പ്രീമിയർ ജനുവിനിലേത് ലെറ്റ്സ് ഡാൻസ് സീസൺ 3 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പ്രീമിയർ ഫുട്വെയർ, ദ കിങ് ഓഫ് ഫുട്വെയർ. ചീഫ് ജൂറി ഡാൻസ് മാസ്റ്റർ ആടാൻ പോകുന്നു. ഓക്കെ അല്ലേ? സൂപ്പർ മാസ്റ്റർ, വെരി ഗുഡ്. വെക്കാമോ? സോങ് ഞാൻ സെലക്ട് ചെയ്യും മാസ്റ്റർ. ഓക്കെ, സൂപ്പർ സ്റ്റാർ സോങ് മാസ്റ്റർ. സൂപ്പർ സ്റ്റാർ സോങ് അത് കൊഞ്ചം ജാസ്തി ആയിട്ടുണ്ട്, പറയല്ലേ? குழப்பமில்ல மாஸ்டர், நீங்கள் எங்களோட சூப்பர் ஸ்டார் மாஸ்டர். ஓகே ஓகே, அப்போ குழப்பமில்ல. சூப்பர் ஸ்டார் சாங், உங்களை என்ட்ரி ஒரு பெரிய மாலை கழுத்துல. என்ட்ரி மாலையா? பெரிய மாலை. இப்பயே மாலை போட்டு எவ்வளவு அழைக்காம மாஸ்டர், நீங்க எங்களோட சீஃப் ஜூரி. ஓகே, மாலை எல்லாம் கொடுத்து என்ன பாய்ஸ் கேர்ள்ஸ், நம்மளோட சூப்பர் ஸ்டார் இல்ல மாஸ்டர். பூ மாலையோட நீங்க நடந்து வரீங்க. என்னோட ராசி நல்ல ராசி, எப்போதும் பெரியவங்க ஆசி. நம்ம ராசி இப்போ லெஸ் டான்ஸ் சீசன் 3 வந்தது. என்னோட ராசி நம்ம ஜட்ஜஸ் இவங்க கூட எல்லாம் ஜாயின் செய்தது அதோட ராசியான நம்ம கண்டஸ்டன்ஸ் டீம் எல்லாம் அதோட ராசி. ராசியோ ராசி, രാശിയോட രാശിയില മാസ്റ്റർ ഇങ്ങനെ വരുമ്പോ എന്റെ സൈഡിൽ നിന്ന് ഞാനും ശ്രുതിയൊക്കെ കൂടെ വന്നാൽ അപ്പൊ പിന്നെ ഞാനോ? ഞങ്ങള് പോകും ഞങ്ങളുടെ മാസ്റ്ററുടെ കൂടെ. ഞാനും ഇടയ്ക്ക് മൂലക്ക് ഇങ്ങനെ വന്നേക്കാം. நான் ஆடும்போ ஏதாவது ஒரு ஃப்ளவரும் வரணும். அப்படி பூ மாதிரி அப்படி கொட்டியானா நான் ஆடும். ஓகே അല്ലേ? റോസസ്. നമ്മളുടെ സൂപ്പർ സ്റ്റാർ നമ്മുടെ ശ്രീധർ മാസ്റ്റർ ആടാൻ പോകുന്നു. നല്ല അടിപൊളിയായിട്ട് ആടാൻ പോകുന്നു. കൂടെ കുറച്ച് കളറുമായിട്ട് ശ്രുതിയും സരയും ഉണ്ട്. പിന്നെ ഒരു ഇച്ചിരി കൂടെ കളറുമായിട്ട് ഞാനും ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ അവിടെ പോവാം. റെഡി? സോനോ ജഗ് 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 എന്നോട് രാശി നല്ല രാശി. ജഗ് 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 ഡണ്ടനക്കടി ഡാക്ക് നക്കടി ഡണ്ടനക്കടി ഡാക്ക് നക്കടി ഡണ്ടനക്കടി ഡാക്ക് നക്കടി ഡണ്ടനക്കടി ഡാക്ക് നക്കടി. வந்து சேரும் காசு உள்ள பக்கம் பெரும் திமிரு வந்து சேரும் ராசி உள்ள பக்கம் தினம் வெற்றி வந்து சேரும் காசு உள்ள பக்கம் பெரும் திமிரு வந்து சேரும். പ്രീമിയർ ജനുവിനിലേത് ലെറ്റ്സ് ഡാൻസ് സീസൺ 3യുടെ നല്ല രാശിയാണ് ഇപ്പോൾ. സോ നമ്മളുടെ അടുത്ത കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ പെർഫോമൻസിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത സെഗ്മെന്റ്. ബോയ്സ് ഗേൾസ്, എങ്ങനെ ഉണ്ടായിരുന്നു മാസ്റ്ററിന്റെ പെർഫോമൻസ്? വാവ് 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 വാവ്. ഓക്കെ, എൻ്റെ പെർഫോമൻസ് ഓക്കെ. പക്ഷേ ആ രാശി ഇപ്പോൾ எல்லாரும் ഉണ്ടാവും. പക്ഷേ எல்லாருக்கும் ஒரு லக்கு வேணும். அன்னடே அந்த லக்கு ரொம்ப ராசி ரொம்ப முக்கியമാണ് അല്ലേ? അതാണ് കൊണ്ട് ഈ സാങ് രാശി രാശി അതാ എന്നോട് രാശി ഇപ്പോൾ കുറച്ച് അങ്ങനെ ശുക്രൻ അങ്ങനെ ഉണ്ടാവണ നന്നായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇവിടെ യാർക്ക് രാശി നന്നായിട്ട് ഉണ്ടാവും, യാറ് രാശി ഉണ്ടാവും എന്നോട് രാശി. അഭിഷേക് അഭിഷേക് എങ്ങനെയാണ്? ചുമ്മാ ഈ സാങ് ഞാൻ ഡാൻസ് മാത്രം നോക്ക്. ராசி நல்ல ராசி, அது எப்போதும் பெரிய பங்காசி. அத்த மகராசி அத ஊர் முழுக்க பேசி ஒட்டு மேளம் கொட்டி வாசி. அத்த
வந்த மகராசி அத ஊர் முழுக்க பேசி கொட்டு மேளம் கொட்டி வாசி என்னோட ராசி நல்ல ராசி அது எப்போதும் பெரிய பங்காசி. ஏன்னா ഇവര് അഭിഷേക് സജിത്ത് ഭയങ്കര റാസി ഉണ്ട് ഫസ്റ്റ്. അവർ ഏത് ചെയ്താലും കറക്റ്റായിട്ട് ഒരു റാസിലെ ക്ലിക്കായി നല്ല മാർക്ക് എടുക്കണം. അതാണ് ഇവർ സജിത്ത് അഭിഷേകിലെ ഒരുത്തര വിളിച്ചത്. നീ പോടാ ഇരിക്കണേ. ലക്ക് വേണം, ലക്ക് വേണം. അതിനോടൊപ്പം തന്നെ അവർക്ക് പ്രോപ്പർ ട്രെയിനിങ്ങും വേണം. സോ അതിനുള്ള ഒരു ഉദ്യമത്തിൽ അനുശ്രമത്തിലാണ് നമ്മൾ എല്ലാവരും. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കടാപ്പുറത്ത് കാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മുടെ രാശി കഴിഞ്ഞു മാസ്റ്റർ. വാട്ട് നെക്സ്റ്റ്? ഇനി എന്താ? ഇത് ഒരു വലിയ ടാസ്ക്കാണ് എല്ലാ കണ്ടസ്റ്റൻറ്റുക്കും. എന്താണ് എന്നോட എക്സ്പീരിയൻസിൽ എല്ലാവർക്കും അറിയാം നാക്കുമുക്ക് സാങ് അഡ്രാഡ്രാ നാക്കുമുക്ക്. എനിക്ക് வந்து മലയാളത്തിൽ ലജ്ജാവതിയാണ് ഫസ്റ്റ് ഹിറ്റ്, തമിഴിൽ നാക്കുമുക്കാണ് എനിക്ക് സൂപ്പർ ഹിറ്റ്. അപ്പോൾ നാക്കുമുക്ക് സാങ് ഓഡിയോ റിലീസായി, ആ സാങ് സൂപ്പർ ഹിറ്റായി. ഒന്നും കൊറിയ ചെയ്തിട്ടില്ല. പിന്നെ ആ സാങ് കൊറിയ അത് ആ സാങ് കൊണ്ട് ആ സൺ ടി വി അവിടെ മുന്നേ ഒരു പെരിയ ടി വി ഉണ്ട്, അവിടെ മേടിച്ചിട്ട് ഈ സാങ് ഇങ്ങനെ ചെയ്യാൻ, ഈ മാസ്റ്റർ വെച്ച് ചെയ്യാൻ എല്ലാം ഫിക്സ് ചെയ്തു. അപ്പോൾ ഓൾറെഡി ഹിറ്റായ സാങ്, നോർമലായിട്ട് സാങ് ഒരു ഡയറക്റ്റ് കൊടുത്താൽ ആ സാങ് എനിക്ക് ഇങ്ങനെ വേണം അങ്ങനെ വേണം പറയും, അതുവേ വളരെ പാടാണ്. പക്ഷേ ഹിറ്റാണ്, ഓൾറെഡി ഓഡിയോ റിലീസായി, ആ സാങ് സൂപ്പർ ഹിറ്റ് നാക്കുമുക്ക്. അതിനുശേഷം കൊറിയ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഏതാவது ഒരു മൂമെൻറ്റ് ചെയ്യുമ്പോൾ ആ ഡയറക്ടറിൽ ഒരു ഡയറക്ടർ നെയ്മ പ്രസാദ് ഒരു മൂമെൻറ്റ് അങ്ങനെ മാസ്റ്റർ ഉണ്ണോ മാസ്റ്റർ എന്താടാ திருப்பி ஏதாவது ஒன்று செய்யும், இன்னும் வேணும் மாஸ்டர் இல்லை மாஸ்டர் இது மாஸ்டர் எல்லாம் ஹிட்டு தெரியல. நம்ம எவ்வளோ டான்ஸ் மாஸ்டர்? 15 இல்லை ஒரு 60 டான்ஸஸ் வைക്കാം மாஸ்டர். சரி சார் மூமெண்ட் போடட்டேன். போடுறேன் மாஸ்டர். அப்புறம் போய் நான் போய் എന്താടാന്ന് ഇരുന്ന് കൊണ്ടേ കോപത്തിൽ ആടി ആ സ്റ്റെപ്പ് ആ നാക്കുമുക്ക് ഇരുന്ന് വേറെ എതുവും ചെയ്യൂല. ഇല്ല വേണ്ട ഏതോ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഞാൻ ഇരുന്ന് കൊണ്ടേ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്തു. அந்த இது காலை டக்கு டக்குன்னு அவரெல்லாம் அதை ஸ்டெப் செய்து அப்புறம் செய்து அதான் வளர பாடான்னு சாங்கு கோரியோ செய்ய. அதில் ஒரு சிக்னேச்சர் மூமெண்ட் இங்கே செய்யும்ல அது ஒரு சிக்னேச்சர் மூமெண்ட். அது லாஸ்ட் மினிட்ல காடு கொடுத்த கிஃப்டாണ്. അത് കിട്ടി ആ സാങ് അടിച്ചു പൊളിച്ചു. ഓക്കെ, അത് എന്താണ് ഒരു ഹിറ്റായ സാങ് കയ്യിൽ കൊടുക്കുമ്പോൾ ആ കോറിയോഗ്രാഫ് വളരെ പാടാണ്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേன்னா நம்ம കണ്ടസ്റ്റന്റുക്ക് നേരം മൂവിയിലെ പിസ്ത സാങ് ഉണ്ടല്ലേ, അയ്യോ ഭയങ്കര ഹിറ്റാണ് കുറച്ച് പാടി കാട്ടി. ഓക്കെ, ആ സാങ് ഓൾറെഡി ഹിറ്റ്. നമ്മൾ വിഷ്വലിലും കണ്ടിട്ടുണ്ട്, എല്ലാം ഫണ്ണായിട്ട് എല്ലാം ഇവിടെ തമിഴിലാകട്ടെ മലയാളമാകട്ടെ തെലുങ്ക് ഏ ലാംഗ്വേജിൽ ആ സാങ് ഹിറ്റാണ് അല്ല. ആ സാങ് ഇപ്പോൾ കണ്ടസ്റ്റൻസ്ക്ക് കൊടുക്കാൻ പോകണം പേരായിട്ട്. നിങ്ങൾ എങ്ങനെ ഒരു ഇപ്പോൾ ഓൾറെഡി ഹിറ്റ് ആയിട്ടില്ല, ഓൾറെഡി உங்களுக்கு മൂവ്മെന്റ്സ് ഇപ്പോൾ ഒരു പുതിയതാ എങ്ങനെ കോറിയോഗ്രാഫ് ചെയ്യും നോക്കാമാ. ഇപ്പോൾ ഈ സാങ് എടുത്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ പേരായിട്ട് കളിക്കണം, പക്ഷെ ന്യൂ ആയിട്ട് ഉണ്ടാവണം. ഓക്കെ, ഉങ്ക സ്റ്റൈൽ ഏത് മൂവ്മെന്റ് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാവും. നമുക്ക് ആസ്വദിക്കാം. നമ്മളുടെ കണ്ടസ്റ്റൻസ് ടീം തന്നെയായിട്ടാണ് ചെയ്യുന്നത്. സോ അവരെങ്ങനെ ആ ഒരു പിസ്ത എന്ന പാട്ടിന് കൊറിയോഗ്രാഫി ചെയ്യുന്നു എന്നുള്ളതിലേക്ക് കടക്കാം. ഇല്ല, കടക്കാനില്ല, അവിടെ ഇവിടെ ബാക്ക് വെക്കാം. അതില് നമ്മ ശാന്തനും ശ്രുതിയും കുറച്ച് ചാൻസ് ആയിട്ടെ അവിടെ കുറച്ച് ഒരു മജ അത് ഉണ്ടാവും. അത് ഒരു എക്സ്പ്രഷനോട് അത് ഇങ്ങനെ ഉണ്ടാവും. അത് ആർട്ടിസ്റ്റ് അല്ലേ, അടിപൊളി. ഈ സൈഡില് நம்ம ஸ்லீவ்லெஸ்ஸோட நம்ம அரவிந்த் விட்டேக்கு அடிப்பொளி கூட ஒரு எலி விட்டேக்கு. எலி இல்ல சரையை விட்டேக்கு. ഓക്കെ, ആ 2 പേര് അങ്ങനെ വിട്ടേക്കാം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മ മാസ് വന്ന് പോട്ടെ. ഓക്കെ അല്ലേ? സൂപ്പർ മാസ്റ്റർ, റെഡി? செம்ம ஐடியா അല്ലേ? இப்போ ஸ்டார் பிளாக்ல எல்லாம் 2 பேரும் எல்லாம் எങ്ങനെ கோரியோகிராஃப் செய்து எல்லாம் மாறி காணிക്കാൻ പോകുന്നത്. ரெடி? 1 2 3 ஸ்டார்ட். பிரேதம் சுருக்கருக்கா முக்கா முழம் போட்டே மாறி கொடந்து கபத்தில மாட்டி புடிச்சு பிஸ்டாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா பிஸ்டாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா சுருக்கருக்கா முக்கா முழம் போட்டே மாறி கொடந்து கபத்தில மாட்டி புடிச்சு பிஸ்டாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா பிஸ்டாஸ் மாக்கிரா சோமாரி ஜமாக்கிராயா கமாலே
മൊമെന്റ്സിൽ നിന്നും നമ്മളൊരു ചെറിയ ബ്രേക്കിന് പോയതിനു ശേഷം വീണ്ടും ഈ സ്പെഷ്യൽ മൊമെന്റ്സിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. ദിസ് ഇസ് ദ സ്പെഷ്യൽ എപ്പിസോഡ് ഓഫ് പ്രീമിയർ ജാനു ലെതാ ലെറ്റ്സ് ഡാൻസ് സീസൺ 3 ഗോയിങ് ഓഫ് ഫോർ എ ഷോർട്ട് കൊമേഴ്ഷ്യൽ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു പ്രീമിയർ ജാനു ലെതാ ലെറ്റ്സ് ഡാൻസ് സീസൺ 3. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പ്രീമിയർ ഫുട്വെയർ, ദ കിങ് ഓഫ് ഫുട്വെയർസ്. ബോയ്സ്, ഗേൾസ്, എവരിബഡി റെഡി? സോ there you go. Let's continue our celebrations. അരവിന്ദ് ഡാൻസ് പറ്റി എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ട്രെൻഡാണ് ഈ സ്റ്റൈലെല്ലാം. മ്യൂസിക് പറഞ്ഞാൽ എങ്ങനെ ആടുമെന്ന് എല്ലാവർക്കും ഇപ്പോൾ കാണാൻ പോണു. ഓൾ ദി ബെസ്റ്റ് ഓഡിയൻസ്. അരവിന്ദ് സാറേയും നോക്കി അടിച്ച് കിളിച്ചു, തകർത്തു. ഇപ്പൊ സമീർ വിശ്വത്തി ആൾറെഡി ഈ സോങ് ഇട്ടാണ് ഡിഫറെന്റ് കോറിയോ ചെയ്യാൻ പോണെന്ന് തോന്നി. കാണാം. മിഥുൻ, നിഖിൽ ഇവര് പെരിയ ട്രൈബൽ ഡാൻസറാണ്. നോക്കാം ഫോക്ക് സോങ് എങ്ങനെ ചെയ്യാൻ പോണു. ലുങ്കില ബലമായിട്ടുണ്ട്. ശാന്തനു ഹായ്. ശ്രുതി മോഡേൺ ഡ്രസ്സിലുണ്ട്. അയ്യോ കരകാട്ട ഡ്രസ്സ് മാറിയുണ്ട്. ഓക്കെ ഔട്ട്ലൈൻ വരാൻ പോണ്. വിനോദ് ആദ്ര സ്ട്രോങ് ആണ്, കണ്ടസ്റ്റന്റ് ആണ്. ഈ സോങ് എങ്ങനെ കൊറിയോഗ്രാഫ് ചെയ്യുന്നു നോക്കണുണ്ട്. നോക്കാം, കാണാ. 1 2 3 മ്യൂസിക്.
ನಾವು ಫಸ್ಟೇ ವಿಳಿಸದ ನಮ್ಮ ಮಂಕಿ ಬಾಯ್ಸ್ ಅವರೆಲ್ಲ ഇങ്ങനെ പോയി 2 കുപ്പി ಬಾಟ್ಲು എടുത്തിട്ട് വന്ന് തണ്ണി കുടിച്ചുകൊണ്ടേ ആടാൻ പോണ്. എന്താ സ്പെഷ്യൽ നോക്കാം. കോറിയോഗ്രാഫ് മാത്രം ഇവിടെ ശരിയാ ഇല്ല വേണ്ട, ഇവിടെ പണിഷ്മെന്റ് ഉണ്ട്. ഗ്ലാസ് പൊട്ടിയില്ല ശാന്തനു. 25,000 rupees മാസ്റ്റർ ഈ ഗ്ലാസ്. ഗേൾസ് ലുങ്കി കട്ടി ആടാൻ പോണ്. നെക്സ്റ്റ് റെൻഷോ ഷെനി. ഷിബു നിതീഷ് ഇപ്പൊ ചെയ്യാൻ പോണ് ബ്രദേഴ്സ്.
ഷോ ഈ സ്പെഷ്യൽ എപ്പിസോഡിന്റെ ഓരോ നിമിഷങ്ങളും ഞങ്ങളെല്ലാവരും ചേർന്ന് എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഘോഷങ്ങൾ ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ തുടരുന്നതായിരിക്കും. സോ ഡോണ്ട് ഗോ എനിവെയർ ആൻഡ് കീപ് വാച്ചിങ് അവർ സൂപ്പർ ഷോ. ദിസ് ഇസ് പ്രീമിയർ ചാനൽ ലെറ്റ്സ് ഡാൻസ് സീസൺ 3. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, ഇല്ല 6 അവിടെ നോക്കിയാ 5 കഴിഞ്ഞ 6 ഇവിടെ 7, 8 എന്തോരം നക്ഷത്രാലേ 9, 10, 11, 12. ഹലോ 7 ചുമ്മാ കളിയാ 7 ആണ്. അത് വന്ന് താഴെ പറഞ്ഞോണ്ട് താഴെ ഉണ്ടോ? ഹലോ ക്യാമറ റോളിംഗ് എന്ന് പറഞ്ഞു മാസ്റ്റർ. അപ്പോ പ്രീമിയർ ജനുവൻ ലെറ്റ്സ് ഡാൻസ് സീസൺ 3യുടെ ഈ സ്പെഷ്യൽ എപ്പിസോഡിന്റെ അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുന്നു. ആൻഡ് ഈ സെഗ്മെന്റിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു ക്യൂ കൊടുത്തിട്ടുണ്ട്, ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ആ റൗണ്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് പോളിഷ് ചെയ്യാം മാസ്റ്റർ. വേറെ ഒന്നുമല്ല, മാസ്റ്റർ തന്നെയാണെങ്കിലും ഒരു ഡാൻസറായിട്ട് വന്നതാണ്. പിന്നെ മാസ്റ്റർ അസിസ്റ്റന്റ് കൊറിയോഗ്രാഫറായി, പിന്നെ മാസ്റ്റർ കൊറിയോഗ്രാഫറായി, പിന്നെ മാസ്റ്റർ ആക്ടറായി, ഹീറോ ആയി. അങ്ങനെ മാസ്റ്റർ ടോട്ടലി സ്ട്രോങ് ആണ്. മാസ്റ്റർ ഒരു ഡാൻസർ എന്ന നിലയ്ക്ക് മാത്രമല്ല. ഓക്കെ, സോ മാസ്റ്ററിന്റെ ആ യാത്ര മാസ്റ്റർ സ്ട്രോങ് ആക്കി. അതിപ്പോൾ നമ്മൾ പ്രീമിയർ ജനുവൽ ലെറ്റ്സ് ഡാൻസ് സീസൺ 3യുടെ പാനലിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻസിനെ നമ്മൾ അതുപോലെ സ്ട്രോങ് ആക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ജസ്റ്റ് അവരുടെ ഡാൻസ് മാത്രം ഫോർട്ടിഫൈ ചെയ്താൽ പോരാ, അല്ലേ മാസ്റ്റർ? അവരൊരു നല്ല കൊറിയോഗ്രാഫർ ആവണം, അവർ നല്ലൊരു ആക്ടർ ഒരു ആക്ട്രസ് ആവണം, എല്ലാം വേണം. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് മാസ്റ്റർ പറഞ്ഞോളൂ. എന്താണ് ഇപ്പോൾ നമ്മ കണ്ടസ്റ്റന്റ് ഇവിടെ നിന്ന് പുറത്ത് പോകുമ്പോൾ എന്നാൽ മൾട്ടി ടാലന്റ് ആയിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇപ്പൊ എല്ലാവരും കൊറിയോഗ്രാഫർ ചാൻസ് കിട്ടായി പെരിയ ആളാവാൻ പോണാണ് ആർക്കും അറിയില്ല. ചിലർക്ക് കോമഡിയനായിട്ട് ആവാം, ഇല്ല ഹീറോ ആയിട്ട് ആവാം. ഏത് ചാൻസ് കിടച്ചാലും അവർ ഹിറ്റായിട്ട് ചെയ്യണം. അതാണ് ഈ റൗണ്ട് മൾട്ടി ടാലന്റഡ്. நம்ம കണ്ടസ്റ്റന്റ് മൾട്ടി ടാലന്റഡ് ആണ്. இப்போ நான் അവിടെ ஒரு டான்ஸராக இருக்கும்போது ஒரு அசிஸ்டண்டாக இருக்கும்போது ஏதாவது ஒரு ஆக்டிங் അവിടെ നോക്കിക്കൊണ്ടേ இருக்கணும். എല്ലാം പഠിക്കും. ഒരു ഡാൻസ്ன்றது ഒരു ആക്ടിങ് അല്ലേ? அந்த ഫേസ് എക്സ്പ്രഷൻ ചെയ്ത് സർപ്രൈസ് ആയിട്ട് ആ ഹീറോ ചാൻസ് കിട്ടി. ചാൻസ് കിട്ടിയാലും അത് വിടാൻ പാടില്ല. അത് ചാൻസ് കിട്ടുമ്പോൾ ഡെഫിനറ്റ് അത് വരുമ്പോൾ ആ ചാൻസ് യൂസ് ചെയ്ത് നല്ല അടിച്ചു പൊളിക്കണം. അതാണ് ഇപ്പോൾ நம்ம കണ്ടസ്റ്റൻസ്ക്ക് ട്രെയിൻ കൊടുക്കണം. ഇപ്പൊ ഈ സോങ് എന്തിനാ കൊടുത്തना മൾട്ടി ടാലന്റ്. ആ എക്സ്പ്രഷൻ കൊണ്ട് ഇത് എല്ലാം എക്സ്പ്രഷൻസ് കൊണ്ട് ഒരു സ്റ്റൈലായിട്ട് ചെയ്യണമെന്ന് കൊണ്ട് സ്റ്റൈൽ സോങ് കൊടുത്തു. സ്റ്റൈൽ സോങ് ആണ്. സ്റ്റൈൽ സോങ്. അയ്യോ എനിക്ക് കാണാം. എന്താണ് ഇപ്പോ ഇല്ല അവര് ഉറങ്ങട്ടെ. അവര് നമ്മ ഇവരുണ്ടല്ല നമ്മ അരവിന്ദ് എടുത്തോ. ഒരു മൾട്ടി ടാലന്റഡ് ആണ് അല്ല. അവര് ഫസ്റ്റ് ഡാൻസറായി, പിന്നെ ഒരു അസിസ്റ്റന്റ് ആയി, പിന്നെ ഒരു ചാൻസ് ആക്ടിങ് ഏதாவது ഒരു ചാൻസ് കിട്ടി അവരും ആക്ടിങ് ചെയ്ത് അവർ വലിയ ഇപ്പൊ ഒരു സ്റ്റേജിലുണ്ട്. എത്ര പടം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡാൻസും ചെയ്യും, ആക്ടിങ് ചെയ്യണം, ഏதாவது ഉഴച്ചുകൊണ്ടേ ഇരിക്കണല്ലേ. ഈ ഹാർഡ് വർക്ക് ഇങ്ങനെ വന്ന് ഈ പ്ലേസ് എടുത്ത് அதெல்லாம் நம்மளுக்கு நம்ம கண்டஸ்டன்ஸ்க்குலாம் அதெல்லாம் ஒரு வழிയാണ്. அதை கண்டணும். இப்ப பாரு எങ്ങനെ ഉറങ്ങണം. എല്ലാം സാധിച്ചിട്ട് ഇപ്പൊ അരവിന്ദ് മൾട്ടി ടാലന്റഡ് ആണ്. ഹലോ ശാന്തനു മാഡം. യെസ് സറിയു. ഹലോ വിളിച്ചോ? ഇവിടെ ദോ ശ്രുതി ക്യാമറ. ഓ മാസ്റ്റർ. മാസ്റ്റർ എങ്ങനെ ഉണ്ട്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ചായ എടുക്കട്ടെ? മൾട്ടി ടാലന്റഡ് റൗണ്ട് പറ്റി കുറിച്ച് സംസാരിച്ചു. അതാണ് ഇപ്പൊ ശാന്തനു ഉണ്ടല്ലേ. അവര് ഒരു നല്ല പ്രൊഫഷണൽ ഡാൻസർ ആണ്, പ്രൊഫഷണൽ ആക്ടർ ആണ്. അവര് ചില ടിപ്സ് കണ്ടസ്റ്റൻസ്ക്ക് കൊടുക്കുക. എന്താണ് കൊടുക്കാൻ പോണു ശാന്തനു? இப்போ ஒரு ஆக்டர்னு சொல்ல போனா സിനിമയിൽ പോയി ട്രൈ பண்ணோம்னா ഇപ്പൊ നമ്മളുടെ ഡാൻസേഴ്സ് കണ്ടില്ലേ, എല്ലാവരും വളരെ നന്നായി എക്സ്പ്രഷൻസ് കൊടുത്തു, വളരെ നന്നായി ഡാൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമ എന്ന് വരുമ്പോൾ ടാലന്റ് മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് ലക്ക്. സോ ഇപ്പോൾ എൻ്റെ അച്ഛൻ ഒരു വലിയ ഡയറക്ടറാണ്. ഈസ് ഓൾറെഡി എ ലെജൻഡ് ഇൻ ഇൻഡസ്ട്രി, ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ എനിക്ക് பார்த்தீங்கன்னா ഐ ഡോണ്ട് മൂവ് ലൈക്ക് എ ഡയറക്ടേഴ്സ് സൺ. ഞാൻ കൂടെ ഒരു പുതിയ ആർട്ടിസ്റ്റാണ്. എങ്ങനെ പുതിയ ആർട്ടിസ്റ്റ് അപ്കമിങ് ആർട്ടിസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഞാൻ കൂടെ ട്രൈ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ദാറ്റ് ഈസ് വെൻ എപ്പോൾ എന്നോட ടാലന്റ് വലിയ വരും. സോ അതുപോലെ എല്ലാ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരുമേ ദേ ഹാവ് ടു കീപ് ട്രൈങ്.
എല്ലാവരും പോയി മീറ്റ് ചെയ്യണം. ഡെഫിനറ്റായിട്ട് ലെറ്റ്സ് ഡാൻസ് ഒരു വലിയ ഷോ ആണ്. ഇത് പിന്നെ പുറത്ത് പോയി പിന്നെ ദേ വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ ദേ ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ആ ഓപ്പർച്യൂണിറ്റി വരട്ടും, അതൊരിക്കലും ഞാൻ വെയിറ്റ് ചെയ്യും, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ദേ ഹാവ് ടു ബി റെഡി. എപ്പോൾ ഓപ്പർച്യൂണിറ്റി ഡോർ നോക്ക് ചെയ്യും, ദേ ഹാവ് ടു ബി റെഡി ടു ഗ്രാബ് ഇറ്റ്. സോ അതാണ് എൻ്റെ സിനിമ പ്രൊഫഷൻ. അതിനുവേണ്ടി എല്ലാ ട്രെയിനിങ്ങും നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അവരെ ഔട്ട്ഡോറിൽ നമ്മൾ കൊണ്ടുപോയി, ഇപ്പോൾ ബീച്ചിൽ കൊണ്ടുവന്നു, പല സ്റ്റൈൽസ് കൊടുക്കുന്നു. ആൻഡ് ഇപ്പോൾ നമ്മൾ കൊടുക്കാൻ പോകുന്നത് മൾട്ടി ടാലന്റഡ്, അവരെ മൾട്ടി ടാലൻസ് കാണിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. സോ താങ്ക് യു സോ മച്ച് ശാന്തനു. ഐ വിൽ മൂവ് ടു മൾട്ടി ടാലന്റഡ് അരവിന്ദാണ്. പറഞ്ഞ പോലെ തന്നെ മാസ്റ്റർ ഒരു ഡാൻസറായിട്ട് ഉണ്ടായിരുന്നു, പിന്നെ അതിന് ഒരു അസിസ്റ്റന്റ് കൊറിയോഗ്രാഫറായി പോയി, പിന്നെ സോങ്സും കൊറിയോഗ്രാഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡാൻസറായിട്ട് ഉണ്ടാകുമ്പോൾ തന്നെ ഒരു മൂവി ഉണ്ടായിരുന്നു. ആ മൂവി റിലീസാകുമ്പോൾ അത് കണ്ടിട്ട്, ആ ഡാൻസ് കണ്ടിട്ട് മാത്രമാണ് എന്നെ ഈ പടം നന്ദനം വിളിച്ചത് ആക്ച്വലായിട്ട്. സോ ആസ് എ ഡാൻസറായിട്ട് ഫസ്റ്റ് ഞാൻ ഇവിടെ വന്നു. മലയാള പടത്തിൽ ഫസ്റ്റ് അഭിനയിക്കുമ്പോൾ ഒട്ടും മലയാളം അറിയില്ല, ഒരു വാക്കറിയില്ല. പക്ഷേ ഇതാണ് മെയിൻ. സി, ലാംഗ്വേജ് ഇസ് നോട്ട് എ ബാരിയർ. എക്സ്പ്രഷൻ all are the same. When you being acting, expression is same. It will not change. Any language, it will be French, Korean, everything. സോഗത്തുക്ക് സോഗ റിയാക്ഷൻ, സിരിപ്പുക്ക് സിരിപ്പ് റിയാക്ഷൻ. അതിന് ഡയലോഗിന് മാത്രമാണ്. അതാണ് പറയുന്നത്. ഏത് സോങ് പാടിനാലും അത് പാടാൻ പറ്റും, പക്ഷേ അതിൻ്റെ മീനിങ് മാത്രം അറിയണം. അതറിഞ്ഞ അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇവർക്ക് അത് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ ചെയ്യണം അത് ചെയ്താൽ മാത്രം മതി. അത് ചെയ്താൽ തീർച്ചയായിട്ട് ലക്കിൻ്റെ ആവശ്യം തീർച്ചയായിട്ടും വേണം. പക്ഷേ യു കീപ് ഓൺ വർക്കിംഗ്, ദർ വിൽ ബി എ ഡേ ഫോർ യു. ബിക്കോസ് ഓൾവേസ് പറയാം, എന്താ പറയും, ലൈഫ് ഈസ് എ സർക്കിൾ. ചുറ്റിയാൽ തിരുപ്പി ഒരു റൗണ്ട് അടിക്കുമല്ലേ. സോ ആറ് മുകളിൽ ഉണ്ടാലും അവർ താഴെ വരും, ആറ് താഴെ ഉണ്ട് അവർ മുകളിൽ പോകും. ഇതന്നെ ഗ്രാഫ്. നമ്മളെ കണ്ടസ്റ്റൻസുക്കും ഇതുപോലെ ഭാഗ്യം കിട്ടണം, അവരുടെ ഹാർഡ് വർക്കും ഉണ്ടാവണം, പ്ലസ് എക്സ്പ്രഷൻ എല്ലാം ചെയ്യണം. വെക്ക കൂടാது, വെക്ക இருந்தா ജയിക്കவே முடியாது. അതാണ് സിനിമ. എല്ലാം ശരി എന്ന് വെച്ചുകൊണ്ട് രണ്ട് സുന്ദരി കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരിലേക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. ശ്രുതി ആൻഡ് സരയു പറയൂ. ഐ വിൽ സ്റ്റാർട്ട് വിത്ത് സരയു. ലെറ്റ്സ് ഡാൻസിന്റെ ഫാമിലി വിട്ട് ഒരു കണ്ടസ്റ്റന്റ് പുറത്തു പോകുമ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ആ കുട്ടി ഒരു പുതിയ ഹ്യൂമൻ ബീയിങ് ആയിരിക്കണം എല്ലാ ആസ്പെക്ട്സിലും. ഇതാണ് നമ്മളുടെ ആഗ്രഹം. വളരെ ചെറിയ ഒരു കാര്യം മുതൽ സ്മാർട്ടായിട്ട് സംസാരിക്കുക എന്നുള്ളത് മുതൽ ഒരു വലിയ ക്രൗഡിനെ ഫേസ് ചെയ്ത് ഒരു ഡാൻസ് അല്ലെങ്കിൽ പെർഫോമൻസ് നടത്തുക എന്നുള്ള ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് സാധിക്കണം. അതാണ് നമ്മുടെ ആഗ്രഹം. കാരണം ഇത് വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു ലോകമാണ്, സ്മാർട്ടായിട്ട് എല്ലാവരും മുന്നേറുന്ന ലോകമാണ്. അപ്പോൾ പതുങ്ങി നിൽക്കാതെ, ആ ഇൻഹിബിഷൻ ഇല്ലാതെ അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു ധൈര്യം അവർക്ക് പകരാം. ഇന്നത്തെ കുട്ടികൾക്ക് വേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് എളിമ. അത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ മാസ്റ്ററും എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലേക്ക് മുന്നേറുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ലെറ്റ്സ് ഡാൻസിന്റെ ഈ ഫാമിലിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ എല്ലാം കൊണ്ടും എല്ലാം പൂർത്തിയായ നല്ലൊരു വ്യക്തിയായിരിക്കും. അത് തീർച്ചയായിട്ടും ഉറപ്പാണ്. താങ്ക് യു. ഒരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇൻ ഷോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നമ്മൾ പ്രീമിയർ അനുലത ലെറ്റ്സ് ഡാൻസ് സീസൺ 3 ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ലെവൽ കഴിയുമ്പോൾ അവരിൽ നിന്നുള്ള ബെസ്റ്റ് എങ്ങനെ കൊണ്ടുവരാം എന്ന് ഉള്ള ശ്രമത്തിന്റെ ഭാഗമായി നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ബീച്ചിൽ വരെ ചുമ്മാ ഡാൻസ് കളിക്കുക എന്നത് മാത്രമല്ല, അവർ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അവർക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും, അവരത് പഠിക്കുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ഈ സ്പെഷ്യൽ ഷൂട്ടിൽ എത്തി നിൽക്കുന്നത് മറ്റൊരു മനോഹരമായ സെഗ്മെന്റിലാണ്, വിച്ച് ഈസ് അവർക്കുള്ള അവരുടെ മൾട്ടി ടാലൻസ് കാണിക്കുക എന്നുള്ള സെഗ്മെന്റിൽ. ഇനി നമുക്ക് സംസാരിക്കണം മാസ്റ്റർ. എനിക്ക് കാണണം അവരെ മൾട്ടി ടാലന്റ് കാണാം. സോ കണ്ടസ്റ്റൻസ്, இப்போ அவுடோர் ஒன் இல்லை, அவுடோர் ஒன்று ப்ரீ கோட்டல் வரைக்கும் ஒன்று இல்லை. நீங்கள் எந்த எക്സ്പീരിയൻസ് ഇവിടെ കിട്ടി? അമൃത ലെറ്റ്സ് ഡാൻസ് സീസൺ 3 ഇതിൽ ചാൻസ് കിട്ടിയതിന് ഏറ്റവും വലിയ പുണ്യമെന്നാണ് പറയാൻ. പിന്നീട് ഇതിൽ ശ്രീധർ മാസ്റ്റർ നമുക്ക് ഒരുപാട് ടിപ്സ് തന്നിട്ടുണ്ട്. അപ്പം ആദ്യം ഓഡിഷനിൽ കയറിയ സമയത്ത് തന്നെ ഫിനിഷിങ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ശ്രീധർ മാസ്റ്റർ ഓരോ ടിപ്സ് തന്ന് അത് ക്ലിയർ ചെയ്ത് ഈ ലെവൽ വരെ എത്തി. അത് തന്നെ ഏറ്റവും വലിയ പുണ്യമാണ്.
പിന്നെ ഈ സ്റ്റേജ് പ്രോഗ്രാം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇപ്പം ഇതുപോലെ ഔട്ട്ഡോർ ഷൂട്ട് വന്നപ്പോൾ ശ്രീധർ മാസ്റ്റർ ഇതുപോലെ ഓരോ കാര്യങ്ങളും എല്ലാം പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ഓരോ രീതികളും എങ്ങനെയൊക്കെ പെരുമാറുന്നുള്ളതും എല്ലാം പഠിച്ചു. അത് ശ്രീധർ മാസ്റ്ററിനോട് നന്ദി പറയാം. പിന്നെ അമൃത ചാനലിനോടും എൻ്റെ ഏറ്റവും വലിയ നന്ദി ഞാൻ പറയുന്നു. അനീഷ്, പണിഷ്മെന്റ് കുറിച്ച് എന്ത്? പണിഷ്മെന്റ് എന്ത് തന്നാലും ഞാൻ ചെയ്യും. ഇങ്ങനെ ഒരു വേളയിൽ ഒരു നാലുവരി നല്ല ശബ്ദം ഗാനം ആലപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവോർക്കവേ ഒരു നേർത്ത തെന്നലലിവോടെ വന്നു നെറുകിൽ തലോടി മാഞ്ഞുവോ, നെറുകിൽ തലോടി മാഞ്ഞുവോ. ഒരു രാത്രി കോടി വിടവാങ്ങവേ ഒരു പാട്ടുമോളി വെയിൽ നീളവേ തനിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. മൾട്ടി ടാലന്റഡ് എന്ന് പറഞ്ഞു തീർന്നപ്പോഴേക്കും നമ്മളെ ഡാൻസർ കം സിംഗർ ആയ നമ്മളുടെ വിനോദ് ഒരു മനോഹരമായ പാട്ട് പാടി ആരംഭിച്ചു. നെക്സ്റ്റ്. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടുന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് കിട്ടിയത്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ആദ്യം തന്നെ ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ്. പിന്നെ പാരൻസ്, അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും ലെവൽ വരെ പോകാൻ പറ്റിയത്. ഇവിടെ വന്ന് ഒരുപാട് കാര്യങ്ങൾ, പല സ്റ്റൈല് ഞങ്ങൾ പുതിയതായിട്ട് പഠിച്ചു. വെറും ഫോക്ക് അല്ലെങ്കിൽ കുറച്ചായിട്ട് ഇങ്ങനെ വെച്ച് ഒരു തുടങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ ഡാൻസിൽ. ഇവിടെ വന്നപ്പോൾ പുതിയ കോറിയോഗ്രാഫേഴ്സിനെ വെച്ചു, അവരുടെ പുതിയ പുതിയ സ്റ്റൈലുകൾ പഠിച്ചു. ഇവിടുന്ന് മാസ്റ്റേഴ്സൊക്കെ തരുന്ന ടിപ്സ് അനുസരിച്ച് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ്, ഇവരെയൊക്കെ പിരിയാനൊന്നും പറ്റില്ല. ഇപ്പം ഞങ്ങൾ ഇവിടുന്ന് എലിമിനേറ്റ് ആയി പോയാൽ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യും. താങ്ക്സ്. നീയും അപ്പുറത്തെ ശാന്തിയുമായി എന്താ ബന്ധം? പറയണോ പറ്റി പറയും. എനിക്കറിയില്ല, ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. എനിക്ക് സോറി. പറയാനുള്ളത് ഒന്നുമില്ല. ഒരുപാട് നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് ഇവിടെ വന്ന ശേഷം. ഡാൻസ് എന്താണെന്ന് പോലും അറിയാതെ എന്തു പറയാ, ഞാൻ അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ഇവിടെ വന്ന ശേഷമാണ് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റിയത്. അത് നല്ലൊരു വലിയ കാര്യം തന്നെയാണ്. അതിന് അമൃതയോട് ഞാൻ, അമൃത ടിവിയോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. പിന്നെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മാസ്റ്റർ. മാസ്റ്ററിൻ്റെ ബ്ലെസ്സിങ് കൊണ്ട് മാത്രമാണ് ഇതുവരെയെങ്കിലും എത്താൻ പറ്റിയത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു മാസ്റ്റർ. പിന്നെ ഒന്നുമില്ല, എല്ലാവരോടും ജഗതി സ്കൂളിലൊക്കെ വെച്ചിട്ട് മൈക്ക് ഒരു പാട്ട് പാടാൻ പറഞ്ഞ കയ്യിൽ വന്നപ്പോൾ ഞാൻ അങ്ങനെ കിടന്ന് ഇങ്ങനെ വരച്ചിട്ടുണ്ട്, ശരിക്കും വരച്ചിട്ടുണ്ട്. പിന്നെ ലെറ്റ്സ് ഡാൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെറുതെ ഒരു പ്രാവശ്യം ഞാൻ ഓഡീഷന് വന്നു, സെലക്ഷൻ കിട്ടിയില്ല. രണ്ടാമത് കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് വെറുതെ നമ്മളെ ക്ലാസ്സിലെ അഭിഷേകിനെ കൊണ്ട് വന്നു. അപ്പോൾ എന്തോ ലക്കിന് കിട്ടി. ഫസ്റ്റ് എപ്പിസോഡ് സെക്കൻഡ് ഓഡീഷൻ വന്നു. ഞാനാണെങ്കിൽ ശ്രീധർ മാസ്റ്ററിൻ്റെ ശരിക്കും വലിയൊരു ഫാനാണ്. മാസ്റ്റർ കൊറിയോഗ്രാഫർ ആവണതിന് മുന്നേ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മോഹൻലാൽ സാറിൻ്റെ കൂടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് കളിക്കുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നടനം രംഗവേദി മംഗളാരവം ദ്രുതതാളം. സ്റ്റൈല് കറക്റ്റാണ്, അതാണ് അതേ ബോഡി ലാംഗ്വേജ് ആണ്. അപ്പോൾ മാസ്റ്ററിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ സന്തോഷം തോന്നി, അതിലുപരി ഭയങ്കര ടെൻഷനായി. അപ്പൊ മാസ്റ്ററെ കണ്ട് ഇത്രയും ബഹുമാനിച്ച് ഇഷ്ടപ്പെട്ട് പേടിച്ച് നിന്ന ആളിപ്പോ മാസ്റ്റർ കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഇത് എന്തിലും വലിയൊരു ഭാഗ്യം കിട്ടാനില്ല. ഇതിപ്പോ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ
കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഞാൻ അമ്മോട് ഇടയ്ക്കിടയ്ക്ക് പറയും മാസ്റ്ററിനെ ഒന്ന് നേരിട്ട് കാണണം എന്ന്. ഓക്കെ, ഇപ്പൊ നമ്മ മൾട്ടി ടാലൻസ് കാണലാമാ? കാണാമല്ലോ, എല്ലാം റെഡിയില്ല. ഇത് മെയിൻ ആയിട്ട് എന്താണ് മനസ്സിലായ? എക്സ്പ്രഷൻസ് വേണം. ഇവിടെ നിന്ന് പുറത്ത് പോകുമ്പോൾ ആ എക്സ്പ്രഷൻ, ആക്ടിങ്, കോമഡി എവിടെയാത് ഒരു സീരിയൽ ആകട്ടെ ഏതാவது ഒരു ചാൻസ് കിട്ടിയാൽ അവിടെ നമ്മ സ്ക്രീനിൽ കൂടെ അവിടെ ചാൻസ് കിട്ടും. ഓക്കെ അല്ലേ? ഇപ്പൊ നമ്മ we go to multi talent. ഇപ്പൊ സ്റ്റൈല് കമാൻ. ഒരു ബ്രേക്കിന് ശേഷം പോവാം മാസ്റ്റർ. ഒരു ബ്രേക്കിന് ശേഷം നമുക്ക് ആസ്വദിക്കാം നമ്മളുടെ കണ്ടസ്റ്റന്റ്സിന്റെ മൾട്ടി ടാലന്റ് പുറത്തു കൊണ്ടുവരാൻ ഞങ്ങൾ നടത്തുന്ന ആ ഒരു ചെറിയ ശ്രമം. Keep watching our show. This is Premier Genuine Leather. Let's Dance Season 3. कौसल्या सुप्रजा रामा पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यम दैवमान्हिकम्. என்னையா அது நம்மால் ஃபோக் சாங் பாடுவான்னு சொன்னேன், ஸ்லோகம் பாடுறான். அவங்க முதல்ல அப்படிதான் சார் ஆரம்பிப்பாங்க. अमेरिका सुत्तने, ऑस्ट्रेलिया सुत्तने, न्यूजीलैंड सुत्तने, न्यूयॉर्क सुत्तने, अंग सुत्तने, इंग सुत्तने, एंग सुत्तनालुम कुत्तुपाट्टु किडक्कलैये गोविंदा गोविंदा. इप्पो स्टार्ट पण्णलामा? तमिழ்நாட்டு பாட்டு, தமிழனோட பீட்டு, தூளு கிளப்பு போட்டு, ஸ்டைல் பேபி ஜிந்தாபாத். Style, super style, nama Tamidan style, style baby zindabad. Style, super style, nama Tamidan style. America va suttane, Australia suttane, kuttu dance illada, New Zealand suttane, New York suttane, anga kuda ellada, aaru pada velava, velleduthu aadava, korukupetta, sidapetta, ranipetta, maanamadru, tirunelveli, thoothukudi. Enga paathalum kuttu dance daandoi, kumanguttu pottuko, pottuko, tapanguttu aadiko, മാസ്റ്റർ, ഞാൻ കണ്ടിരിക്കുകയായിരുന്നു. കണ്ടങ്ങ് ഇരുന്ന് പോയി മാസ്റ്റർ. നമ്മളെ കണ്ടസ്റ്റൻസ് കാണിക്കുന്ന ആ ഒരു എക്സ്പ്രഷൻ ശരിക്കും നന്നായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഔട്ട്ഡോർ ഒരു വാട്ടി പ്രാവശ്യം ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടായില്ല. എല്ലാവരും ഓർത്ത് എന്താ ചെയ്യാ ഇങ്ങനെ. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എത്ര സെക്കൻഡ്സ് കൊടുത്ത് അല്ലേ? ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തില്ല. ആ ടൈമിങ് വെരി ഇമ്പോർട്ടൻ്റ്. അതൊക്കെ ഒരു പെരിയ കൈയടി കൊടുക്കാം. ഫാസ്റ്റായിട്ട് ഇങ്ങനെ കൊറിയോഗ്രാഫ് ചെയ്തില്ല. അതാണ് നമ്മൾ ഇമ്പ്രൂവ്മെന്റ്. ഓക്കെ, അടുത്ത ടീം ആരാണ്? അടുത്ത ടീം വിളിക്ക്. कौसल्या सुप्रजा रामा पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यम दैवमान्हिकम्. என்னையா அது நம்மால் ஃபோக் சாங் பாடுவான்னு சொன்னேன், ஸ்லோகம் பாடுறான். அவங்க முதல்ல அப்படிதான் சார் ஆரம்பிப்பாங்க. अमेरिका सुत्तने, ऑस्ट्रेलिया सुत्तने, न्यूजीलैंड सुत्तने, न्यूयॉर्क सुत्तने, अंग सुत्तने, इंग सुत्तने, एंग सुत्तनालुम कुत्तुपाट्टु किडक्कलैये गोविंदा गोविंदा. इप्पो स्टार्ट पण्णलामा? तमिழ்நாட்டு பாட்டு, தமிழனோட பீட்டு, தூளு கிளப்பு போட்டு, ஸ்டைல் பேபி ஜிந்தாபாத். Style, super style, nama Tamidan style, style baby zindabad. Style, super style, nama Tamidan style. America va suttane, Australia suttane, kuttu dance illada, New Zealand suttane, New York suttane, anga kuda ellada, aaru pada velava, velleduthu aadava, korukupetta, sidapetta, ranipetta, maanamadru, tirunelveli, thoothukudi. Enga paathalum kuttu dance daandoi, kumanguttu pottuko, pottuko, tapanguttu aadiko, style. എല്ലാവരും ടീമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അത് ടീം വർക്ക് പെരിയ കൈയടി കൊടുക്കണം അല്ലേ? അത് മാത്രമല്ല മാസ്റ്റർ, പ്രോപ്പർട്ടി യൂസ് ചെയ്തു, എക്സ്പ്രഷൻ, ആ ഒരു കുത്ത് സ്റ്റൈല്. എന്താണ് ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെവൽ പോകുമ്പോൾ ഇത്ര ഡേയ്സ് കൊടുത്ത് അക്ക കൊറിയോഗ്രാഫ് ചെയ്യുന്നുണ്ട്. അതിനവിടെ ഇപ്പൊ ഷോർട്ട് ടൈം കൊടുത്ത് ഇങ്ങനെ കൊറിയോഗ്രാഫ് ചെയ്യുന്നല്ലേ?
அதுக்கு முதல்ல பெரிய கையடி கொடுக்கலாம். ஷார்ட் டைமில் இவ்வளோ நன்னாയിട്ട് கொரியோகிராஃப் ചെയ്ത് നല്ല കോർഡിനേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഗേൾസ് വന്ന് നമ്മൾ ക്ലാസിക്കലിൽ ഓപ്പണിംഗ് ചെയ്ത് വെക്കാൻ കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാൻഹികം. என்னையாது நம்மால் ஃபோக் சாங் பாடுவான்னு சொன்னேன், ஸ்லோகம் பாடுறான். அவங்க முதல்ல அப்படிதான் சார் ஆரம்பிப்பாங்க. அமெரிக்கா சுத்துனே, ஆஸ்திரேலியா சுத்துனே, நியூசிலாந்து சுத்துனே, நியூயார்க் சுத்துனே, அங்க சுத்துனே இங்க சுத்துனே, எங்க சுத்தினாலும் குத்துப்பாட்டு ஒன்னும் கிடைக்கலையே. கோவிந்தா கோவிந்தா, இப்ப ஸ்டார்ட் பண்ணலாமா? தமிழ்நாட்டு பாட்டு, தமிழனோட பீட்டு, தூளு கிளப்பு போட்டு, ஸ்டைல் பேபி ஜிந்தாபாத். ஸ்டைல் சூப்பர் ஸ்டைல், நம்ம தமிழன் ஸ்டைல், ஸ்டைல் பேபி ஜிந்தாபாத். ஸ்டைல் சூப்பர் ஸ்டைல், நம்ம தமிழன் ஸ்டைல். വാനിലെ താരകങ്ങൾ മിഴി തുറന്നു നോക്കി നിൽക്കെ ആദ്യമായി കണ്ടെന്നു ഞാൻ. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വയമ്പുമുണ്ടോ വാനം പാടി തൻ തൂവലുണ്ടോ, ഉള്ളില്ലാമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടി മാണിക്ക കല്ലുണ്ട് കയ്യിൽ വാർമതിയേ, പൊന്നും തേനും. പെണ്ണില ചന്ദന കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. గల్లవట్టి గుంజుతాంది దీని సూపే, నల్లి వెట్టి సంపుతాంది దీని నవ్వే, కత్తి లెక్క గుచ్చుతాంది దీని సోకే. సినిమా సువిత మామ, నీకు సినిమా సువిత మామ, సిను సినుకి నీతో సిటీ కొట్టిత మామ. మామ సినిమా సువిత మామ, నీకు సినిమా సువిత మామ.